എൻ്റെ അഭിപ്രായം സിസ്റ്റത്തിൻ്റെ പിഴവാണ്. പക്ഷേ ഇത് സിസ്റ്റത്തിൻ്റെ പിഴവാണ് എന്ന് പറയുന്നത് ഒരു തലയൂരിലാണ്. അത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിൽക്കും. അത് നേരിട്ട് സർക്കാരിനെ ബാധിക്കുന്നില്ല എന്ന രൂപത്തിൽ. കാരണം ഇതിങ്ങനെയൊക്കെയാണ് ഈ സംവിധാനം പോകുന്നത്. അപ്പോൾ ഈ സംവിധാനത്തിൻ്റെ ഒരു കുഴപ്പം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. മുൻപുള്ള സർക്കാരുകൾക്ക് തിരുത്താമായിരുന്നല്ലോ, മുമ്പും ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞൊരു ന്യായമല്ല. നമ്മൾ ഓരോ കാലത്തും ഓരോ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ആ മാറ്റം നടപ്പാക്കുക എന്നുള്ളതാണല്ലോ. പഴയ കാര്യങ്ങൾ തുടരാണെങ്കിൽ പുതിയൊരു സംവിധാനം നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ സിസ്റ്റത്തിന് ആത്യന്തികമായി ഒരു ഉത്തരവാദി ഉണ്ടാവും. ആ ഉത്തരവാദി എന്നുള്ളത് ഭരണകൂടം തന്നെയാണ്. അപ്പോൾ ഇതിന് ആരോഗ്യ വകുപ്പ് തന്നെയാണ് ആ സിസ്റ്റം തിരുത്തേണ്ടത്. ആ സിസ്റ്റം തിരുത്തുക എന്നുള്ളത് എവിടെ നിന്ന് എന്തൊക്കെ തിരുത്തണം എന്നുള്ളത് ഡോക്ടർ പറയുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ഇപ്പോൾ ഗതികെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ പറയാൻ ശ്രമിച്ചത്. അത് പറഞ്ഞ ഘട്ടത്തിൽ എങ്ങനെയാണ് ആദ്യം മന്ത്രി പ്രതികരിച്ചത്? ഇവിടെ നടന്ന ഓപ്പറേഷനുകളുടെ കണക്കൊക്കെ എടുത്ത് അതിനെ ഖണ്ഡിക്കാൻ ശ്രമിച്ചു. പക്ഷെ അങ്ങനെയല്ല. പൊതുബോധം എല്ലാവരും തന്നെ ഈ ഡോക്ടർക്കൊപ്പമാണ് എന്നും ഈ ഡോക്ടറെക്കുറിച്ച് ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഈ ഡോക്ടറെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ ഘട്ടത്തിലാണ് അത് മാറ്റി പറയാൻ തയ്യാറായത്. ഇത് മന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയ പരാതിയാണ്. 8 മാസം മുൻപ് തന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യമാണ്. അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല. ആദ്യം തന്നെ DMEയുടെ പ്രതികരണം വരുന്നു. നാണക്കേടുണ്ടാക്കിയെന്ന് പറയുന്നു, വിശദീകരണം തേടുമെന്ന് പറയുന്നു. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുകയാണ് ഇങ്ങനൊരു പർച്ചേസിൻ്റെ കാര്യത്തിൽ ഒരു അനുമതി തന്നോട് ആവശ്യപ്പെട്ടില്ല എന്ന്. പ്രിൻസിപ്പലിനോടല്ല ആവശ്യപ്പെടുന്നത്, സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് അങ്ങനെയൊന്നും ഇല്ല എന്നല്ലല്ലോ പറയേണ്ടത്. മാത്രമല്ല 4 രോഗികളുടെ ഓപ്പറേഷനിൽ ഒരാളുടെ കാര്യം മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് ഡോക്ടർ പറയുകയാണ്. അങ്ങനെയല്ല, ഒരാളുടെ നടക്കാത്തതുള്ളൂ, ബാക്കി 3 പേരുടെ നടന്നു എന്ന് DME പറയുകയാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ഹാരിസ് പറയുകയാണ് അവിടെ കിടക്കുന്നുണ്ട് രോഗികൾ, അതായത് ഓപ്പറേഷൻ നടക്കേണ്ട രോഗികൾ അവിടെ ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റാണ്. ഈ സംവിധാനം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ഈ പറയുന്ന റിപ്പോർട്ട് തേടുന്ന സമയം കൊണ്ട് അവിടെ ഒരു പരിശോധന നടത്തി ഇങ്ങനെ രോഗികൾ അവിടെ കിടക്കുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. ഹാരിസിന് വിശ്വാസത്തിലെടുക്കുന്നില്ല, അതിൽ നേരിട്ട് പോയൊരു പരിശോധന നടത്താമല്ലോ. അപ്പോൾ റിപ്പോർട്ട് തേടുകയാണ്. അതൊരു സമയം തേടലാണ്. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോകും. ആ ചർച്ച അവിടെ അവസാനിക്കുമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വേറെയും തേടിക്കൊണ്ട് DMEയുടെ ഒരു വിശദീകരണം തേടിക്കൊണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയിലേക്ക് പോകുന്ന ഒരു രൂപത്തിലേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ഇപ്പോൾ പൊതുബോധം അതിനെതിരായതുകൊണ്ട് ഒരു പക്ഷേ തൽക്കാലം മാറ്റിവെക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിന് ട്രാൻസ്ഫർ എന്തെങ്കിലും വരും. അദ്ദേഹം ഇതെല്ലാം മുൻകൂട്ടി കാണുന്നതുകൊണ്ടാണ്, എവിടെ ഇട്ടാലും പണിയെടുക്കുമെന്നുള്ളതുകൊണ്ടാണ്, 360 ദിവസം പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ടാണ്, കൈക്കൂലി വാങ്ങാത്ത ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭയമില്ലാത്തത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സിസ്റ്റത്തിലേക്ക് കുഴപ്പങ്ങൾ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനയും അദ്ദേഹത്തിനൊപ്പം വന്നിട്ടുണ്ടല്ലോ. സംഘടനയും പറയുന്നതാണ് ഇത് ഒരു ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ പ്രശ്നമല്ല, കാലങ്ങളായി അനുഭവിക്കുന്ന വിഷയമാണ്. ഈ പറയുന്ന പുറത്തേക്ക് കൊടുക്കുന്നതും സ്കാനിങ്ങിന് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർ പറയുന്നു രോഗികളിൽ നിന്ന് തന്നെ 4000-5000 പിരിച്ചുകൊണ്ടാണ് പല ഓപ്പറേഷനുകൾ നടത്തുന്നത്. തൻ്റെ വകുപ്പിലില്ലാത്ത മറ്റ് ചില ഡോക്ടർമാർ പറയുന്നുണ്ട് ഓപ്പറേഷൻ ഈ തരത്തിൽ സംവിധാനമില്ലാത്തതുകൊണ്ടാണ്. പറയും ഇപ്പോൾ ഡേറ്റ് ഇല്ല, നിങ്ങൾ പിന്നെ വരൂ എന്ന് പറഞ്ഞു വിടുന്നു. പക്ഷേ ഈ ഡോക്ടർ അങ്ങനെ ചെയ്യുന്നില്ല. അതിലാണ് അവിടെയുള്ള വ്യത്യാസം. അപ്പോൾ അദ്ദേഹം അവിടെ നടക്കുന്ന ഒരു അനാസ്ഥ പുറത്തേക്ക് കാണിക്കും. ഇതൊന്നും മാത്രമല്ല, നമുക്ക് എത്ര ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ എത്ര വാർത്തകൾ വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം എന്നുള്ള വിഷയമുണ്ട്. വേറെ ചില മെഡിക്കൽ കോളേജുകളിൽ അനാസ്ഥ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർമാർ തന്നെ പറയുന്നു അവർക്ക് വേണ്ടത്ര സ്റ്റാഫില്ല, വേണ്ടത്ര മെഷീനറി ഇല്ല. ഇതൊക്കെ തന്നെ മെഡിക്കൽ കോളേജുകളുടെ പ്രശ്നമാണ്. ഈ ഉപകരണ സപ്ലൈ ചെയ്യുന്ന കമ്പനിക്ക് പൈസ കൊടുക്കുന്നില്ല. ഉപകരണങ്ങൾ വന്നിട്ട് അതിൻ്റെ വാറണ്ടി പീരീഡ് അത് ഉപയോഗിക്കാതെ അവിടെ ഇട്ടിട്ട് അത് അങ്ങനെ പോയ ലക്ഷങ്ങളുണ്ട്. അതിൻ്റെ കണക്കാണ് ഇന്ന് PK നവാസ് നമുക്ക് നൽകിയത്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവമാണ്. അപ്പോൾ അതിൽ ലക്ഷങ്ങൾ ചെലവിട്ട് മേടിച്ചിരിക്കുന്ന മെഷീനറി അവിടെ കിടക്കുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇങ്ങനെ അനാസ്ഥ പല രൂപത്തിലാണ്. സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളാണ് ബുദ്ധിമുട്ടുന്നത്. നമുക്ക് ഈ പറയുമ്പോൾ ഈ ആരോഗ്യരംഗം നമ്പർ 1 ഇത് എന്തുകൊണ്ടാണ് ഇത് ഇടത് സർക്കാരിനെ കുറ്റപ്പെടുന്നതെന്ന് വെച്ചാൽ എല്ലാ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മേനി പറച്ചിലാണ്. നമ്മൾ നമ്പർ 1 ആണല്ലോ, മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. ആരോഗ്യരംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മുന്നിൽ തന്നെയാണ്. പക്ഷേ ആ മുന്നിൽ തന്നെയാണെമ്പോൾ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം നേരത്തെ ശ്രീ ആൻഡ്രു ചൂണ്ടിക്കാണിച്ച പോലെ എവിടെയാണ് കൂടുതൽ സാധാരണ ജനങ്ങൾ ചെലവിടുന്നത്? സ്വകാര്യ ആശുപത്രികളിലാണ്. അവനവൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഏറ്റവും കൂടുതൽ ചെലവിടുന്ന സംസ്ഥാനം സ്വകാര്യ ആശുപത്രികളിൽ ചെലവിടുന്ന സംസ്ഥാനം കേരളമാണ്. അതാണ് അതിൻ്റെ വൈരുദ്ധ്യം. ആരോഗ്യ മേഖലയിലെ മേനി സംസ്ഥാന സർക്കാർ പറയുമ്പോൾ സ്വകാര്യ മേഖലയിലാണ് ഈ പണം കൂടുതൽ ചെലവിടുന്നതൊരു വിഷയം നിൽക്കുന്നു. ഇപ്പോൾ MA ബേബിയെ പോലെ, പന്ന്യൻ രവീന്ദ്രനെ പോലുള്ള നേതാക്കളൊക്കെ മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ശരിയാണ്. ഏറ്റവും നല്ല മികച്ച ഡോക്ടർമാർ മെഡിക്കൽ കോളേജുകളാണുള്ളത്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഈ പറയുന്ന MA ബേബിക്കോ പന്ന്യൻ രവീന്ദ്രനോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരികയാണെങ്കിൽ ഒരു മെഷീൻ്റെ ഒരു ഉപകരണത്തിൻ്റെ കുറവുണ്ടെങ്കിൽ വളരെ വേഗം അത് പരിഹരിക്കപ്പെടുമല്ലോ. അപ്പോൾ അവിടെ സിസ്റ്റം ഇല്ലേ? അപ്പോൾ അവിടെ സിസ്റ്റത്തിൻ്റെ ഈ മെല്ലെപ്പോക്കും മുടന്തിപ്പോക്കും ഒന്നുമില്ലേ? ആ പ്രശ്നം വരില്ലല്ലോ. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഈ കാര്യം ഫേസ്ബുക്കിലൂടെ ഇടുന്നു. അദ്ദേഹത്തിന് നിരന്തരമായ കോൾസ് വരുന്നു, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കോൾസ് വരുന്നു, ഈ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾസ് വരുന്നു. അദ്ദേഹം കോൾ എടുക്കാതിരുന്നപ്പോൾ ഉടനെ പോലീസ് പോയല്ലോ.
അപ്പോൾ അവിടെ സിസ്റ്റം ഇല്ലേ? അപ്പോൾ ആ സിസ്റ്റം എത്ര വേഗത്തിലാണ് പ്രവർത്തിച്ചത്? ആ ഡോക്ടറോട് വിസ്തീർണം തേടാൻ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ആ സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരു ഒഴുകഴിവാണ്. സിസ്റ്റം എന്നുള്ളതല്ല, ആ സിസ്റ്റം എങ്ങനെ നന്നാക്കുന്നു എന്നുള്ളതാണ് ഓരോ വകുപ്പിൻ്റെയും ചുമതല, ഓരോ മന്ത്രിമാരുടെയും ചുമതല. നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ അനാസ്ഥയുടെ ഓരോ ചിത്രങ്ങൾ ഓരോ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വരുന്നുണ്ട്, ജില്ലാ ആശുപത്രികളിൽ നിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം ഡോക്ടർമാരുടെ പിഴവല്ല. ഇപ്പോൾ ഈ ആരോഗ്യരംഗത്തിലെ മെച്ചം വലിയ നേട്ടത്തെ കുറിച്ച് പറയുമ്പോഴും ഈ പറയുന്ന ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാരുടെ നേട്ടമാണെന്നേ, ഈ കഷ്ടപ്പെടുന്ന ഡോക്ടർമാരുടെ നേട്ടമാണ്. അതിൽ അവരെ പഴിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഞങ്ങൾ വളരെ മുന്നോട്ട് പോയി എന്ന് പറയാം? അവരും കൂടി ചേർന്നതാണല്ലോ. അവർക്ക് വേണ്ട രീതിയിൽ ശമ്പളം റിവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇനി അടുത്ത ഘട്ടമാവേണ്ട സമയം ഇപ്പോഴും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവർക്ക് എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ പിഴവാണെന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ പിഴവാണ്. സിസ്റ്റത്തിന് ഉത്തരവാദി ഉണ്ടെന്നുള്ളതാണ്. ആ സിസ്റ്റത്തിൻ്റെ ഉത്തരവാദി എന്നുള്ള സർക്കാരാണ്, വകുപ്പാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ അകത്തേക്ക് ചെന്നിട്ട് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനോ വാർത്ത എടുക്കാനോ പറ്റില്ല. മെഡിക്കൽ കോളേജിലെ ഒരു ചിത്രം വന്ന് ഓർക്കുന്നുണ്ടോ? 2000 നായനാർ സർക്കാരിൻ്റെ അവസാന കാലത്ത്, നായനാർ സർക്കാരിൻ്റെ കാലത്ത് കണ്ണേ മടങ്ങുക എന്നൊരു ചിത്രം മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ വന്നു. ജനറൽ ആശുപത്രി, അതെ, വൃദ്ധരായ രോഗികൾ ഉടുവസ്ത്രമില്ലാതെ എല്ലും തോലുമായി പായയിൽ കിടക്കുന്ന ചിത്രമാണ്. അതെങ്ങനെയാണ് ചിത്രം കിട്ടിയെന്ന് വെച്ചാൽ അവിടെ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടി ഒരു സന്നദ്ധ സംഘടന മെഡിക്കൽ കോളേജ് നമ്മൾ ബ്രേക്ക് കൊടുത്തല്ലോ. നമ്മൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു ഫോട്ടോ പുറത്തു വന്നു. ഇതെന്താ വെച്ചാൽ സർക്കാരിനെ ബാധിച്ച വിഷയമാണ്, സർക്കാരിന്റെ ഭരണമാറ്റത്തിൽ നയിച്ചൊരു കാര്യമാണ്. എന്നിട്ട് ആ ചിത്രം വരുമ്പോൾ ആ ഫോട്ടോ എടുക്കാൻ സാധിച്ചതിനകത്ത് കയറി ഈ ഭക്ഷണം, സൗജന്യമായ ഭക്ഷണം, വസ്ത്രമൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു സന്നദ്ധ സംഘടന കയറുന്നു. ആ സന്നദ്ധ സംഘടനയ്ക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ പോയവരാണ് ആ ഫോട്ടോ എടുത്തത്. അങ്ങനെയാണ് മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർക്ക് ആ ഫോട്ടോ കിട്ടുന്നത്. ആ ഫോട്ടോ ഫ്രണ്ട് പേജിൽ തന്നെ പത്രത്തിൽ വരുന്നു, വലിയ രീതിയിൽ പ്രതിപക്ഷ വിഷയമാകുന്നു. 99 സീറ്റിലാണെന്ന് പിന്നീട് ആന്റണി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരു സർക്കാരിനെ മറിച്ചിടാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയാണത്. ഗൗരവത്തിലുള്ള വിഷയമാണ്. ഇതിപ്പോൾ അന്ന് ചെയ്തിട്ടുണ്ടല്ലോ, കഴിഞ്ഞ സർക്കാർ കാലത്ത്. ഇപ്പോൾ UDF കാലത്തെ മെഡിക്കൽ കോളേജിലെ വീഴ്ചകളുടെ ഒരു കണക്കൊക്കെ ഇപ്പോൾ CPM തയ്യാറാക്കി കഴിഞ്ഞു. ആ ലിസ്റ്റൊക്കെ നമുക്ക് അയച്ചിരുന്നുണ്ട്. ആ ലിസ്റ്റ് കൊണ്ട് എന്താണ്, ഈ കമ്പാരിസൺ കൊണ്ട് എന്താണ് കാര്യം? അടുത്ത സർക്കാർ അത് തിരുത്തുക എന്നുള്ളതാണ്. തിരുത്താൻ വേണ്ടിയാണ് നമ്മൾ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. 9 വർഷമായി ഭരിക്കുന്നവർക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല, അതിലും മുന്നത്തെ വർഷത്തേക്ക് തിരഞ്ഞു പോകുമെന്ന് പറയുന്നതല്ല മറുപടി. ഇവിടെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിൽ അടിയന്തരമായി ഉത്തരം നൽകേണ്ടത് സർക്കാർ തന്നെയാണ്. ഈ റിപ്പോർട്ട് തേടിയ ശേഷം മന്ത്രി എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും ഉറ്റുനോക്കും. ചൊവ്വാഴ്ച ഈ ഉപകരണം വരുമെന്നാണ് ഇപ്പോൾ ഡോക്ടർക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ്. ചൊവ്വാഴ്ച അത് കിട്ടുമോ നോക്കാം. കിട്ടിയിട്ടില്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ഇനി പറയുമോ എന്നും നോക്കാം. അദ്ദേഹം ആ പരിമിതിക്കുള്ളിൽ നിന്നാണ് ഇത്രയുമെങ്കിലും പറഞ്ഞത്. ഈ വിവരങ്ങൾ നമ്മൾ കേരളം കാത്തിരിക്കുന്നുണ്ട്. ആ ഉപകരണങ്ങൾ എത്തിയോ എന്നും ഈ മുടങ്ങിക്കിടന്ന ഓപ്പറേഷനുകൾ നടന്നോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. Meet the editors.